ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നു? ഈ മീൻ കഴിക്കുമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരു ചേച്ചിയുടെ സംസാരം നിങ്ങൾ കേട്ടു അല്ലേ? ഇത് ഒരു ട്രെൻഡാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പറ്റാതെ വരുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക, എന്നിട്ട് പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക? ഇസ്ലാമിനെ കുറ്റം പറയാം. ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അത് കുറച്ചൊക്കെ പഠിച്ചിട്ട് വേണ്ടേ ഒന്ന് വിമർശിക്കാൻ. ഇവിടെ ഇസ്ലാമിൻ്റെ ചത്തതിനെ കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ചത്ത മീനിനെ കഴിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചേച്ചിയുടെ ഒരു സംശയം. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ആമായിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്, ഖാസായിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ആമായിട്ട് പൊതുവായിട്ടൊരു നിയമം പറയും, എന്നിട്ട് എന്ത് ചെയ്യും? ആ പൊതു നിയമത്തിൽ നിന്ന് ചില കാര്യങ്ങൾക്ക് ഇളവ് നൽകും. അതിനാണ് ഖാസ് എന്ന് പറയാം. ആ പൊതു നിയമത്തിൽ പെട്ടതാണ് ചത്തതിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു പൊതു നിയമമാണ്. എന്നാൽ എല്ലാ ചത്തതും അങ്ങനെയല്ല. വെട്ടുകിളിയെ കഴിക്കാം, വെട്ടുകിളി ചത്തതാണെങ്കിലും കഴിക്കാം, മത്സ്യം ചത്തതാണെങ്കിലും കഴിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ സംസാരം വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ ലോകത്തോട് സംസാരിക്കുന്നത്. അഥവാ മതത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള നിയമങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഖാസായി പഠിപ്പിച്ചത് ചേച്ചി ഇസ്ലാമിന്റെ ഉള്ളിലുള്ളപ്പോൾ കണ്ടില്ല എന്നാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി ചില ന്യായങ്ങൾ കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ ഒരു സയൻസും കൂടി ഉണ്ട്. ആ സയൻസ് ഏകദേശം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അതല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെയാണ് ഈ ഫുഡ് സേഫ്റ്റി അതിന്റെ സയൻസ് ഒക്കെ പുറത്തേക്ക് വരുന്നത്. ചത്ത മീനിനെ കഴിക്കാൻ തുടങ്ങിയിട്ടൊക്കെ കുറെ കാലങ്ങളായിട്ടുണ്ട്. പക്ഷേ ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെയാണ് എന്തുകൊണ്ട് കഴിക്കാമെന്ന ഒരു സയൻസ് വരുന്നത്. അതായത് കടലിൽ അതല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിയായ മത്സ്യം, ആ മത്സ്യത്തിന്റെ ശരീരത്തിൽ ബ്ലഡ് കുറവാണ്, മറ്റുള്ള ജീവികളെക്കാൾ ബ്ലഡ് കുറവാണ്. ഇനി ആ മത്സ്യം ഭക്ഷിക്കുന്നത് വൃത്തിയുള്ള അതല്ലെങ്കിൽ ചെറിയ ജീവികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? വെള്ളത്തിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ ജീവികളെയാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷം എന്ത് ചെയ്യാം? മീനിന്റെ ബ്ലഡിലേക്ക് വരാൻ സാധ്യതകൾ കുറവാണ്. അതുപോലെ തന്നെ ബാക്ടീരിയകൾ, മനുഷ്യന്റെ ശരീരത്തിന് ഹാനികരമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ മത്സ്യത്തിന്റെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മത്സ്യം ചത്താലും കഴിക്കാമെന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗങ്ങളിൽ സയൻസ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 7-ാം നൂറ്റാണ്ടിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കുള്ളിലെ ഇജാസ്, അത്ഭുതമാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. അന്നത്തെ അറബികൾക്ക് ഈ രൂപത്തിലുള്ള ബാക്ടീരിയ എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ കരയിലെ ജീവികളുടെ ശരീരത്തെ കുറിച്ച് അറിയില്ല, ജലത്തിലെ ജീവികളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥകളെ കുറിച്ച് അറിയില്ല, വിഷാംശങ്ങളെ കുറിച്ച് അറിയില്ല. അതൊക്കെ കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണ് ഇവിടെ. ആ സത്യം മനസ്സിലാക്കാൻ ചേച്ചിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് വിഷമകരമായ ഒരവസ്ഥ.